ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി മീൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. ചോറിന്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻ കറിയുടെ റെസിപ്പി ആട്ടത്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫുഡി വേവ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ മീൻ കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു മൺചട്ടി ഞാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീൻ കറി തയ്യാറാക്കാനായിട്ട് എപ്പോഴും നല്ലത് മൺചട്ടി തന്നെ എടുക്കുന്നതാട്ടാ. അപ്പോഴാണ് ആ പെർഫെക്റ്റ് മീൻ കറിയുടെ ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. ഈ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാട്ടാ. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഈ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി തീരുമ്പോഴേ ഇതിലേക്ക് 6 വെളുത്തുള്ളി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാട്ടാ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി വഴറ്റി കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതിട്ടാ. ഇപ്പോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. സവാളയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാട്ടാ. സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറിയേ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുമ്പോഴേ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടാ. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. മസാലയുടെ ഒക്കെ ഒരു പച്ച മണം ഉണ്ടല്ലോ, അത് മാറി കിട്ടുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. പോതാ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. അപ്പോൾ അത്യാവശ്യം വലിയ 2 തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാട്ടാ. തക്കാളിയുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കുടംപുളി ചേർത്ത് കൊടുക്കാട്ടാ. കുടംപുളി എടുക്കുമ്പോഴേ നമ്മുടെ പുളിക്കനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാട്ടാ. കുടംപുളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് പകുതിയാക്കി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാട്ടാ. നമ്മളെ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ സമയം കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാട്ടാ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാട്ടാ. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന മീനെ വറ്റ മീനാട്ടാ. നമുക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും ഈ കറി വെക്കാൻ വേണ്ടി എടുക്കാട്ടാ. മീനും കൂടി ചേർത്ത ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് കുറുകി മീനൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 10 മിനിറ്റ് മതിയിട്ടാ നമ്മുടെ മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ. ഇപ്പോൾ 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോഴേ മീനൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചിറ്റിച്ചു കൊടുക്കാട്ടാ. ഒപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാട്ടാ.
അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് മീൻ ഉപയോഗിച്ചിട്ടും ഇതുപോലെ കറി വെക്കാട്ടാ. ചോറിന്റെ കൂടെയും അതുപോലെ തന്നെ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി മീൻ കറി ആട്ടെ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടാ. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.